നമസ്കാരം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളുമായ ശശി തരൂരിന് രാവിലെ ഉണ്ടായ അപകടത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? കോൺഗ്രസ് വൃത്തങ്ങൾ അത്തരത്തിലുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. തരൂരിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അന്തിമമായ ആശ്വാസം വാർത്ത പുറത്തു വരുന്നത് വരെ അതേക്കുറിച്ച് കൂടുതൽ സംശയങ്ങളൊന്നും പുറത്തുവിടേണ്ടതില്ല എന്നാണെങ്കിൽ പോലും തരൂരിൻ്റെ ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ ഓഫീസും കോൺഗ്രസ് വൃത്തങ്ങളും അപകടത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. തുലാഭാരത്തിനു വേണ്ടി ശശി തരൂർ ക്ഷേത്രത്തിലെത്തിയെങ്കിലും തുലാഭാരത്തിന് ശേഷം തരൂരിനോട് കുറച്ചു നേരം കൂടി അവിടെ തുടരാൻ ആവശ്യപ്പെട്ടതിൽ ആദ്യത്തെ ദുരൂഹത പറയുകയാണ്. സാധാരണ ഒട്ടേറെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് തരൂർ പോകുന്നതിനിടയിലാണ് ഇന്ന് തരൂർ ഗാന്ധാരിയമ്മൻ കോവിലെത്തിയതും അവിടെ കുറേ നേരം ചെലവഴിക്കേണ്ടി വന്നതും. പഞ്ചസാരയായിരുന്നു തുലാഭാരം നടത്തിയത്. അങ്ങനെ ഒരു ആവശ്യത്തോടു കൂടിയാണ് തുലാഭാരത്തിന് എത്തിയത്. അതിനുശേഷം കുറേ അധികം നേരം തരൂരിനെ അവിടെ ചെലവഴിക്കേണ്ടി വന്നു. അത് തരൂരിൻ്റെ സുഹൃത്തുക്കളും തരൂരിൻ്റെ ഓഫീസ് ജീവനക്കാരുമൊക്കെ പ്രവർത്തകരുമൊക്കെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ അമിതമായ സമയം ചെലവഴിക്കേണ്ടി വന്നതിനെക്കുറിച്ചുള്ള സംശയം ചിലർ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇത് ത്രാസ് പൊട്ടി വീണു എന്നാണ് വാർത്ത പുറത്തേക്ക് വരുന്നതെങ്കിലും അങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചത് എന്നിപ്പോൾ വ്യക്തമാകുന്നു. ത്രാസിൻ്റെ ഹുക്ക് ഘടിപ്പിച്ചതിൽ ഉള്ള പെശകാണ്. ഒരു ശശി തരൂരിനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് ഏതൊരു വ്യക്തിയും തുലാഭാരത്തിൻ്റെ ത്രാസിലിരുത്തുമ്പോൾ അതിൻ്റെ ഹുക്ക് കൃത്യമായി ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് നടത്തുന്നവരുടെ ചുമതലയാണ്. അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് തരൂരിനെ പോലുള്ള ഒരു അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്, നേതാവാണ്, സിറ്റിംഗ് MP ആണ്. മാത്രമല്ല, തരൂർ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. പ്രത്യേകമായ സുരക്ഷ അർഹതയുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അങ്ങനെ തരൂരിനെ പോലൊരാൾ ഒരു തുലാഭാരത്തിന് ഇരിക്കുമ്പോൾ അതിന് വേണ്ടത്ര സുരക്ഷയും അതിന് വേണ്ടത്ര ഉത്തരവാദിത്തങ്ങളും സംഘാടകരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അട്ടിമറി നീക്കമുണ്ടായിരുന്നോ എന്ന സംശയമാണ്. ആരും അത്തരത്തിലുള്ള തെളിവുകളൊന്നുമില്ലെങ്കിൽ പോലും ശശി തരൂർ അവിടെ അധികം നേരം ചെലവഴിക്കേണ്ടി വന്നതും മാത്രമല്ല അതിന് തുടർച്ചയായി ഹുക്ക് വേണ്ടത്ര, അതായത് ത്രാസ് പൊട്ടി വീണതല്ല, നേരെ മറിച്ച് ഹുക്ക് വേണ്ട പോലെ ഘടിപ്പിക്കാതിരുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു വീണത്. ഈ അപകടത്തിൽ പെട്ടെന്ന് ത്രാസിൻ്റെ മറുവശം വീഴുകയും ശശി തരൂരിൻ്റെ തലയിലേക്ക് വീഴുകയും വലിയ ഭാരത്തോട് വീഴുകയും തരൂർ മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ തന്നെ കമന്ന് തരൂർ നിലത്തേക്ക് വീഴുകയായിരുന്നു. നോക്കി നിന്നവരെല്ലാം ഭയപ്പെട്ട് കാറിക്കൊണ്ട് ഓടിയെത്തുകയായിരുന്നു. തരൂരിൻ്റെ തലയിൽ വലിയ തോതിലുള്ള മുറിവുണ്ടായി, കാലിൽ മുറിവുകളുണ്ട്. 6 സ്റ്റിച്ചാണ് ജനറൽ ആശുപത്രിയിൽ വെച്ച് തരൂരിന് ഡോക്ടർമാർ കൊടുത്തത്. അപ്പോൾ തന്നെ തരൂരിൻ്റെ വാഹനത്തിൽ തന്നെ കയറ്റി അപ്പോൾ തന്നെ അടിയന്തരമായി പോലീസ് സുരക്ഷയോടുകൂടി തന്നെ എത്തിക്കുകയായിരുന്നു. ജനറൽ ആശുപത്രിയിൽ വിദഗ്ധമായ പരിശോധനകൾ നടത്തി, വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം സ്റ്റിച്ചിടുകയും മറ്റ് പ്രാഥമിക സ്കാനിങ്ങൾ നടത്തുകയും ചെയ്തതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. 24 മണിക്കൂർ അവിടെ ന്യൂറോ വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശശി തരൂരിനെ നിരീക്ഷണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 24 മണിക്കൂർ നേരത്തിന് ശേഷം മാത്രമേ ശശി തരൂരിൻ്റെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. എന്തായാലും ഇന്നുള്ള എല്ലാ പദ്ധതികളും, ഇന്ന് ഒട്ടേറെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും ഒട്ടേറെ പ്രമുഖരെ കാണുന്നതിനും തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളൊന്നും വിഷു പ്രമാണിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഉള്ള എല്ലാ 24 മണിക്കൂർ നേരത്തേക്ക്, അതായത് രാവിലെ 10 മണിക്കാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഈ 10 മണിക്ക് മുതൽ അടുത്ത നാളെ വരെയുള്ള എല്ലാ പരിപാടികളും റദ്ദു ചെയ്തിരിക്കുകയാണ്. ശശി തരൂരിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കി അദ്ദേഹത്തിൻ്റെ തലയുമായി ബന്ധപ്പെട്ട തലച്ചോറിനോ തലയുടെ തലയ്ക്ക് ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുള്ള വിഷയങ്ങളുണ്ടോ, ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാവുന്ന പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മാത്രമേ തരൂരിൻ്റെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം റദ്ദ് ചെയ്തിട്ടുണ്ട്. നാളെ മാത്രമേ മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ആവൂ. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും തരൂരിന് വിശ്രമം ആവശ്യമാണോ എന്ന് ഡോക്ടർമാർ പിന്നീടാണ് പറയുന്നത്. വിദഗ്ധ സംഘം തന്നെ തരൂരിൻ്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടിയുണ്ട്. എന്തായാലും ഈ അപകടത്തിൽ ഒരു ദുരൂഹത പലരും കൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നെക്കായിട്ടുള്ള പോരാട്ടം നടക്കുകയാണ്. ശശി തരൂറും BJPയുടെ സ്ഥാനാർത്ഥിയും മുൻ BJP പ്രസിഡന്റും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ തമ്മിലുള്ള അകലം
വളരെയേറെ കുറഞ്ഞു വരികയാണ്. ഏഷ്യാനെറ്റിൻ്റെ സർവേയിൽ കുമ്മനം ഏറെ 6% വോട്ടുകളുടെ മുൻപിലാണ്. മുൻപുള്ള പല വോട്ടുകളും തരൂരിനേക്കാൾ നേരിയ മുൻതൂക്കം കുമ്മനം രാജി. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ആശങ്കയാണ് കോൺഗ്രസ് വൃത്തങ്ങളിലുള്ളത്. ഇങ്ങനെ ദുരൂഹത ആരോപിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് അവർക്ക് വ്യക്തം. അവരെങ്കിലും ഈ 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും മറ്റു തെളിവുകളൊന്നും ഇവരാരും ഒന്നും പറയുന്നില്ല. എന്തായാലും ശശി തരൂർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഈ വിഷയം ഉയർത്തുന്നതിനും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നതിനും കോൺഗ്രസ് വൃത്തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അപകടം ഒരു ചർച്ചാ വിഷയമായി മാറാനുള്ള സാധ്യതയാണ് തെളിയുന്നത്.